പരീക്ഷയൊക്കെ അടുത്ത് വരിക. ഈ അടുത്ത ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ പരീക്ഷ വരികയാണ് കുട്ടികൾക്ക്, അപ്പം അച്ഛൻ്റെ ഭാഗത്തു നിന്നൊന്നുമില്ലേ? പ്രിയമുള്ളവരെ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഇങ്ങനെ പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്തു പറയാൻ, പ്രിയമുള്ളവരെ, കേട്ടുപഴകിച്ച ഒരു കുട്ടിയുടെ പ്രാർത്ഥനയല്ലേ, മത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. മത്സരത്തിൽ തോറ്റുപോയപ്പോൾ ടീച്ചർ അവനെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചത് വെറുതെ ആയിപ്പോയില്ലടാ. അപ്പോൾ ടീച്ചറോട് അവൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ടീച്ചറെ, ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല, തോക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതേ പ്രിയമുള്ളവരെ, ഒരു പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ഈ കുട്ടി നമുക്ക് വളരെ സുന്ദരമായി പാകപ്പെടുത്തി നൽകുന്നുണ്ട്. പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ളതാണ്, അത് തരണം ചെയ്യാനുള്ളതാണ്. പരീക്ഷ എന്നത് ജയിക്കാനുള്ളൊരു കാര്യമല്ല, മറിച്ച് അത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കടമ്പയാണ്. അതുകൊണ്ട് അതിൽ ജയവും തോൽവിയും ഉണ്ടാകും. തോൽവിയിൽ നിന്ന് പഠിക്കാനും ജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു പ്രചോദനമായിരിക്കണം പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. പ്രിയമുള്ളവരെ, ഇവിടെ കുട്ടികളോട് പറയുക എന്നതിനേക്കാളും മാതാപിതാക്കളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, പഠിക്കാതെ തോൽക്കാനല്ല, അതാർക്കും പറ്റും. പക്ഷേ തോൽക്കാൻ പഠിപ്പിക്കണം. ചില തോൽവികളിൽ നിന്ന് ചില പാഠങ്ങൾ കുട്ടികൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിന് നിമിത്തമായി മാറേണ്ടത് മാതാപിതാക്കളാണ്. അതേ പ്രിയമുള്ളവരെ, എൻ്റെ കുട്ടി എല്ലാത്തിലും ജയിക്കണം എന്ന് വാശി പിടിക്കാനുള്ളതല്ല മാതാപിതാക്കൾ, മറിച്ച് എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയായി മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് മാതാപിതാക്കളായ നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ജീവിതത്തിൽ ജയപരാജയങ്ങളുണ്ടാകുമ്പോൾ ആ കുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജയത്തിൽ സന്തോഷിക്കാനും പരാജയത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അടുത്തതിൽ പിടിക്കാടാ എന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ അവർക്ക് പ്രചോദനം നൽകാനും മാതാപിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മളുടെ മക്കൾ വളർന്നു വരുന്നത്. അല്ല എങ്കിൽ അവർ വളർത്തിയെടുക്കുന്ന ചില വ്യക്തികളായിട്ട് പോകും. അവർ വളരട്ടെ, അവരുടെ വളർച്ചയിൽ ഒരു താങ്ങ്, ഒരു തണല്, അതായി നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുട്ടികൾക്ക് വേണ്ടി ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന ഇത്രമാത്രമാണ്. കാരുണ്യവാനായ കർത്താവെ, പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധിയാൽ കഴുകി വിശുദ്ധീകരിച്ച് പവിത്രമാക്കണമേ. പരീക്ഷകളെ ആത്മസംയമനത്തോടു കൂടെ സമീപിക്കുവാനും പരീക്ഷാഫലത്തെ അത് എന്തു തന്നെയായാലും ഉൾക്കൊള്ളാനുള്ള മാനസിക ശക്തിയും കൃപയും അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് നൽകണമേ. അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ അവരോടൊപ്പം ചേർത്ത് സമർപ്പിക്കുകയാണ്. അവർക്ക് തങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിച്ച് അതിനെ വിജയപൂർവം തരണം ചെയ്യുവാനുള്ള മാനസിക പക്വത, ആത്മീയ കൃപ പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.